ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ കർത്തൃപകൽക്കാലം പൂർണ്ണഹൃദയത്തോടും സർവബലത്തോടും കൂടി യഹോവയാം ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം തന്ന ആയുസ്സിനും ആരോഗ്യത്തിനുമായി ദൈവത്തെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ കർത്താവിൻ്റെ അഭിഷിക്തൻ ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഏവർക്കുമുള്ളതായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ളതായ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. വേഗത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ നൽകിയതായ ഒരു തിരുവചന ചിന്തയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടതായ സങ്കീർത്തന ഭാഗത്തിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നമ്മൾ ഏവരോടും സംസാരിപ്പാൻ തക്കവണ്ണം വഴിയായി, അതിലൊരു വാക്യം എൻ്റെ ഹൃദയത്തെ വല്ലാതെ ചിന്തിപ്പിപ്പാൻ തക്കവണ്ണം വഴിയായി, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയ്ക്കും മുടക്കം വരുത്തില്ല എന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആർക്കാണ് ഒരു നന്മയ്ക്കും മുടക്കം വരാതിരിക്കുന്നത്? നേരോടെ നടക്കുന്നവർക്ക്. അപ്പം നേരോടെ നടക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടി വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ഇത് പകൽക്കാലം നേരോടെ നടക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. പ്രൈസ് ഗോഡ്. നമ്മൾ കർത്താവിൻ്റെ മേശയിൽ നിന്നെല്ലാം നമ്മൾ ഭാഗഭാഗങ്ങളായി തീർന്നു. ഭാഗഭാഗങ്ങളായി തീർന്ന നാം നടക്കേണ്ടത് എങ്ങനെയാണ്? ഇനി നേരോടെയാണ് നടക്കേണ്ടത്. അലക്ഷ്യമായി യാതൊരു വിധമായ ദൈവത്തോട് യാതൊരു കൂറുമില്ലാതെ നമ്മൾ ഈ മേശയിൽ പങ്കാളികളാകത്തീരരുത്. നമ്മുടെ ജീവിതം ഏറെ വിശുദ്ധമായിരിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നത് തന്നെ, ദൈവം നമ്മിൽ കൂടി ആഗ്രഹിക്കുന്നതിന് വിശുദ്ധമായ ഒരു ജീവിതം നയിച്ച് സ്വർഗീയ ഭവനത്തിൽ അവനോട് കൂടെ പാർക്കുവാൻ തക്കവണ്ണമാണ് അവൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വേഗത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നതായ ചിന്തയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുക. യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 18 വരെതായ തിരുവചന വേദഭാഗങ്ങൾ. നല്ല നടപ്പിന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കൈപ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്കു പറയുകയും വരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും ആയിരത്രേ. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലഹവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ബലം കൊയ്യും. ആമേൻ, സ്തോത്രം. ഇതിൻ്റെ പശ്ചാത്തലവും ഹെഡിങ്ങും ഒന്നും ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം ആരാണ് ഇത് എഴുതിയിരിക്കുന്നത്. അറിയാം, യാക്കോബാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ 1-ാം അധ്യായത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എഴുതുന്നു. വേദപുസ്തകത്തിൽ അനവധി യാക്കോബുമാരെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയും. സബദി പുത്രനും യോഹന്നാൻ്റെ സഹോദരനുമായ യാക്കോബിനെ കുറിച്ച് നമുക്ക് കാണാം. അൽഫായുടെ മകനായ യാക്കോബിനെ കുറിച്ച് കാണാം. യൂദായുടെ പിതാവായ യാക്കോബിനെ കുറിച്ചെല്ലാം നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. എന്നാൽ നമ്മൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55-ാം തിരുവചന വേദഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന യാക്കോബ് ആരാകുന്നുവെന്ന് നമുക്ക് വ്യക്തമായിട്ട് ആ തിരുവചനത്തിൽ കൂടി കാണുവാനായിട്ട് കഴിയും. ഞാൻ വേഗത്തിൽ ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുക. 5 അധ്യായങ്ങളുള്ളതായ ഈ തിരുവചന വേദഭാഗത്തിൽ കൂടി ഓരോ അധ്യായങ്ങളും നാം പഠിക്കുമ്പോൾ യാക്കോബ് ഒരു വിശ്വാസിയുടെ ജീവിതം എപ്രകാരമായിരിക്കണമെന്നെല്ലാം ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശ്വാസത്തിൽ അല്ലെങ്കിൽ വിശ്വാസി പരീക്ഷകൾ സഹിക്കുന്നവനായിരിക്കണമെന്ന് 1-ാം അധ്യായം പഠിക്കുമ്പോൾ തിരുവചനത്തിൽ കൂടി യാക്കോബ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശ്വാസികളോടുള്ള ബന്ധം അല്ലെങ്കിൽ വിശ്വാസികൾ പരസ്പരമായിട്ടുള്ള ബന്ധം അത് എപ്രകാരമായിരിക്കണം, അത് നീതിപൂർവമായിട്ടുള്ളതായ ബന്ധമായിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതെന്ന് 2-ാം അധ്യായത്തിൽ കൂടി പഠിപ്പിക്കുന്നു. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ നാവ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ പ്രവൃത്തികൾ പ്രകാരമായിരിക്കണമെന്ന് 3-ാം അധ്യായം പഠിപ്പിക്കുന്നു. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ അഭിലാഷം ലോകത്തോടും ലോക ഇഷ്ടങ്ങളോടും ആയിത്തീരരുത്, അത് ദൈവത്തോടുള്ളതായിരിക്കണം നിങ്ങളുടെ ഇഷ്ടമെന്ന് പഠിപ്പിക്കുന്നു. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരുങ്ങിയുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കണം എന്നുള്ളതായ ഭാഗമാണ് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പഠിപ്പിക്കുന്നത്. വേഗത്തിൽ
ഇവിടെ പറയുകയാണ് 13-ാമത്തെ വാക്കിൽ ആരംഭത്തിൽ ചെന്ന് ചോദിക്കുകയാണ്, എന്താ പറയുന്നത്? നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ? ഹൂ ഈസ് വൈസ് ആൻഡ് ഹൂ ഈസ് അണ്ടർസ്റ്റാൻഡിങ് പേഴ്സൺ? ആരാണ് ബുദ്ധിമാൻ, അല്ലെങ്കിൽ ആരാണ് നേരോടെ നടക്കുന്നവൻ, ആരാണ് ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവൻ എന്നുള്ളതായ ഒരു ചോദ്യത്തോട് കൂടിയിട്ടാണ് ആ വാക്യം ആരംഭിക്കുന്നത്, അല്ലേ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങൾ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ? പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മക്കളെ, പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മുടെ ജ്ഞാനം എപ്രകാരമുള്ള ജ്ഞാനമാണ് നമ്മുടേത്? ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തോട് വിധേയപ്പെട്ടുള്ളതായ ജ്ഞാനത്തിന് കീഴിലാണോ നാം ജീവിക്കുന്നത് എന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് പുനഃപരിശോധന ചെയ്യുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. പ്രൈസ് ഗോഡ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം ജ്ഞാനത്തിൻ്റെതായ, സ്വർഗീയ പരിജ്ഞാനത്തിൻ്റെ അനുഭവത്തിലുള്ളതായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ വേണ്ടിയിട്ടാണ് സ്വർഗം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പലപ്പോഴും ജ്ഞാനത്തോട് ചേർന്ന് നടക്കാതെ, സ്വർഗീയ പരിജ്ഞാനത്തിന് വിധേയപ്പെടാതെയുള്ളതായ ഒരാത്മീക ജീവിതം നയിക്കുന്നവരാണ് നാം ഏവരും. ഇന്ന് പകൽക്കാലം സ്വർഗീയ പരിജ്ഞാനത്തിനും സ്വർഗീയ ജ്ഞാനത്തിനും നിറഞ്ഞ് ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും കഴിയണം. ഇവിടെ ചോദിക്കുകയാണ്, നിങ്ങൾ ജ്ഞാനിയും വിവേകിയും ആയവൻ ആർ? പ്രൈസ് ഗോഡ്, സ്തോത്രം. പ്രൈസ് ഗോഡ്. ഞാനൊരു കാര്യം പറയട്ടെ, സ്തോത്രം. ഹല്ലേലൂയ. 13 മുതൽ താഴോട്ടുള്ളതായ വേദവാക്യങ്ങൾ പഠിക്കുമ്പോൾ സ്തോത്ര അപ്പോസ്തലൻ പറയുക, ശരിയായ ജ്ഞാനവും തെറ്റായ ജ്ഞാനവും തമ്മിലുള്ളതായ വേർതിരിവാണ് 13 മുതൽ താഴോട്ടുള്ളതായ 18 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം നാം തിരിച്ചറിയേണ്ടത്, രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിൻ്റെ അനുദിന ജീവിതം എപ്രകാരമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. ഈ 13 മുതൽ 18 വരെയുള്ളതായ വാക്യങ്ങളുടെ പ്രതിപാദ്യ വിഷയം, രക്ഷിക്കപ്പെട്ട, വിളിക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ടതായ തിരഞ്ഞെടുക്കപ്പെട്ടതായ ദൈവമക്കളുടെ ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം എപ്രകാരമായിരിക്കുന്നു എന്നുള്ളതായ പ്രതിപാദ്യ വിഷയത്തെ നാം ഇന്ന് പകൽക്കാലം ശ്രവിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്ത് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. ഇവിടെ ചോദിക്കുന്നു, നിങ്ങൾ ജ്ഞാനിയും വിവേകിയും ആയവൻ ആർ? അത് പറഞ്ഞിട്ട് അടുത്ത വാക്യം തുടങ്ങിയാണ്, അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പ് തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ എന്ന് പറയുന്നത്. അപ്പൊ ഈ അവൻ ആരാണ്? പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഈ അവൻ എന്നുള്ള പട്ടികയിൽ, ഈ അവൾ എന്നുള്ള പട്ടികയിൽ ഞാൻ ചേർക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ഇന്ന് പകൽക്കാലം നാം ഒന്ന് ശോധന ചെയ്യണം. നിങ്ങൾ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ എന്ന് ചോദിച്ചുകൊണ്ട് അടുത്ത വാക്യം തുടങ്ങുന്ന ഇങ്ങനെയാണ്, അവൻ. ഈ അവൻ എന്നുള്ള പട്ടികയിൽ ഞാൻ ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പൂർണ്ണമായി ബോധ്യമുള്ള ദൈവമക്കൾ മാത്രം കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാവുള്ളൂ. ഹല്ലേലൂയ. ഈ അവൻ എന്നുള്ള പട്ടികയിൽ ചേർക്കപ്പെടുന്നവർക്ക് ആണ് എന്ത് നൽകുന്നത്? സ്തോത്രം. നമ്മളത് സങ്കീർത്തനത്തിൽ കേട്ടതുപോലെ സകല നന്മകളും തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ഈ അവൻ എന്നുള്ള പട്ടികയിൽ ചേർക്കപ്പെടുന്ന 107-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്ന 107-ാം സങ്കീർത്തനത്തിന്റെ 43-ാമത്തെ തിരുവചന വേദഭാഗം. അവിടെ പറയുന്നു 107:4 എന്താ പറയുന്നത്? ജ്ഞാനമുള്ളവർ ഇവയെ ശ്രദ്ധിക്കുകയും അവർ യഹോവയുടെ കൃപകളെ ചിന്തിക്കും. പ്രൈസ് ഗോഡ്. അപ്പൊ ജ്ഞാനമുള്ള എന്താ ചെയ്യുന്നത്? യഹോവയുടെ കൃപകളെ കുറിച്ച് ചിന്തിക്കുന്നവനായിരിക്കും ജ്ഞാനമുള്ളവൻ. 107-ാം സങ്കീർത്തനത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ ഈ കൃപകൾ, യഹോവയുടെ കൃപകൾ എന്ന് പറഞ്ഞാൽ യഹോവ നടത്തിയ വഴികൾ, യഹോവ ചെയ്തതായ നന്മകളെ കുറിച്ച് ചിന്തിക്കുന്നവനായിരിക്കും അവൻ, അല്ലേ? 107-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യം നോക്കിയ, യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടുകിടിക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുമുള്ള, അപ്പൊ കടലിലുള്ളെന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ലേഷൻ വന്നു കഴിയുമ്പോൾ തെക്ക്, കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവന്റെ ഭക്തന്മാർ എന്താ പറയുന്നത്? സ്തോത്രം. അവന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കും, യഹോവയുടെ കൃപകളെ കുറിച്ച് ധ്യാനിക്കുന്നവരായിരിക്കും, യഹോവയുടെ നന്മകളെ ഓർത്ത് അവർ സദാ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ഹി റിഡീംഡ് ഫ്രം ദി ഹാൻഡ് ഓഫ് എനിമി. യഹോവയെ എവിടെ നിന്ന് വിടുവിച്ച്? ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച യഹോവയുടെ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കും ദൈവത്തിന്റെ മക്കൾ. അവൻ യഹോവയുടെ കൃപകളെ സദാ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും. 107-ാം സങ്കീർത്തനത്തിൽ തന്നെ നിന്നുകൊണ്ട് ഈ ഒരു വാക്യത്തിൽ കൂടി സംസാരിപ്പാനായിട്ട് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ 108 അപ്പോൾ ജ്ഞാനത്തിന്റെ അവൻ എന്താ ചെയ്യുന്നത്? ജ്ഞാനി വിവേകിയുമായവൻ യഹോവയുടെ കൃപകളെ അവൻ ധ്യാനിക്കുന്നവനായിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവചന വേദഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ കൃപകളെ ധ്യാനിക്കുന്നവൻ ആ സ്വഭാവത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവനല്ല. അവൻ എന്ത് ചെയ്യും? സഹോദരന്റെ തെറ്റിനെ അവൻ വിമർശിക്കുന്നവനായിരിക്കത്തില്ല. പ്രൈസ് ഗോഡ്. സ്തോത്രം. വചനം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വന്നേ. ഓരോരുത്തൻ താന്താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ, എന്നാൽ അവൻ തന്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ
തന്നിൽ തന്നെ അടക്കി വെക്കും. ഓരോരുത്തൻ താതാന്റെ ചുമട് ചുമക്കുമല്ലോ. Praise God. അതിന്റെ മുമ്പിലുള്ള വാക്യങ്ങളിൽ കൂടി പഠിക്കുമ്പോൾ കാണുവാൻ സഹോദരന്റെ തെറ്റിനെ അവൻ വിമർശിക്കുന്നവനായിരിക്കത്തില്ല. സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവാൻ തക്കവണ്ണം അവൻ എപ്പോഴും പരിശ്രമിക്കുന്നവനായിരിക്കും. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നവനായിരിക്കും. മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ തക്കവണ്ണം അവൻ കൃപ പ്രാപിച്ചവനായിരിക്കും. ദൈവമക്കളെ സ്തോത്രം. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ കൃപകളെ, ദൈവത്തിന്റെ സ്നേഹത്തെ അനുഭവിച്ചറിയുന്നവന്റെ ജീവിതമാണ് ഇവിടെ പറയുന്നത്. അവൻ എന്താ ചെയ്യുന്നത്? സ്തോത്രം. സഹോദരന്റെ തെറ്റിനെ വിമർശിക്കാതെ. പ്രൈസ് ഗോഡ്. നമുക്ക് എല്ലാവരും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുറവുകൾ, തെറ്റുകളെല്ലാം സംഭവിക്കുന്നവരാ. എന്നാൽ തെറ്റുകളെ കാണുമ്പോൾ, കുറവുകളെ കാണുമ്പോൾ സ്നേഹത്തിന്റെ ആത്മാവിൽ, ഐക്യതയുടെ ആത്മാവിൽ ചേർന്ന് നിന്നുകൊണ്ട് അത് പരിഹരിപ്പാൻ തക്കവണ്ണം കൃപ പ്രാപിക്കണം ദൈവമക്കൾ. സ്തോത്രം. ഹല്ലേലൂയ. ഈ കൃപയാണ് നമുക്ക് സ്വർഗം നൽകിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. പലപ്പോഴും ഈ കൃപയുടെ മാഹാത്മ്യത്തെ, കൃപയുടെ അളവിനെ നമ്മൾ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് പിശാചി നമ്മളിലേക്ക് കടന്നു വന്ന് അവനവന്റെ പ്രവൃത്തി നമ്മളിൽ കൂടി ചെയ്യിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിട്ട് അടുത്ത് പറയുക, അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ. കഴിഞ്ഞ ആഴ്ചയും ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന ദൈവമക്കളുടെ നടപ്പിനെ കുറിച്ചാണ് ചിന്തിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ചയിലും വ്യാഴാഴ്ചയിൽ നടന്നതായ കോട്ടേജ് മീറ്റിങ്ങിലും നമ്മൾ ചെറിയതായിട്ട് ചിന്തിച്ചു ദൈവമക്കളുടെ നടപ്പ്. ഇന്ന് കേട്ടതായ സങ്കീർത്തനത്തിലും പറഞ്ഞു, നേരോടെ നടക്കുന്നവർക്ക് നന്മയ്ക്കും മുടക്കം വരുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ദൈവമക്കളുടെ നടപ്പിന് വലിയൊരു പ്രത്യേകതയുണ്ടെന്നേ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മലിനപ്പെടുത്താതെയുള്ളതായ നടപ്പായിരിക്കണം ദൈവത്തിന്റെ മക്കൾക്കുണ്ടായിരിക്കേണ്ടത്. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ സ്തോത്രം. നമ്മുടെ നടപ്പ് എപ്രകാരമുള്ളതായിരിക്കുന്നു എന്നൊന്ന് പുനഃപരിശോധിപ്പാൻ, ഒന്ന് ശോധന ചെയ്യുവാൻ തക്കവണ്ണം നമുക്കിന്ന് പകൽക്കാലം കഴിയണം. ഹല്ലേലൂയ. ശോധനയിൽ കുറവുകൾ ഉണ്ടെങ്കിൽ, പോരായ്മകൾ ഉണ്ടെങ്കിൽ, വീഴ്ചകൾ ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിച്ച് സ്തോത്രം ദൈവസന്നിധിയിൽ കരുണയോടെ അവനുടെ കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് വിടുതൽ പ്രാപിച്ചു വേണം ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ആലയം വിട്ടുമടങ്ങേണ്ടത്. സ്തോത്രം. ആലയത്തിൽ നമ്മൾ കൂടി വന്നിരിക്കുന്നത് എന്തിനാ? ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കാൻ, ദൈവം ചെയ്ത നന്മകളെ ഓർത്തൊന്ന് സ്തുതികരറ്റുവാൻ, അപ്പോൾ തന്നെ പ്രാപിക്കേണ്ടതായ കൃപകളെയും വിടുതലുകളെയും പ്രാപിച്ചു മടങ്ങുവാനായിട്ടാണ് നമുക്ക് ആലയത്തിൽ നിന്ന് സാധിക്കേണ്ടത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. Hallelujah. Praise God. Hallelujah. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ചാട്ടെ. ദൈവമക്കളുടെ നടപ്പ് എപ്രകാരമായിരിക്കണം പറയുന്നുണ്ട്? യോഗ്യമാമെണ്ണം. ആർക്ക് യോഗ്യമാവണ്ണം നാം നടക്കേണ്ടത്? ക്രിസ്തുവിന് യോഗ്യമാവണ്ണം, അവന്റെ വചനത്തിന് യോഗ്യമാവണ്ണം, അവന്റെ കൽപ്പനകൾക്ക് യോഗ്യമാവണ്ണം നടക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിനും അവന്റെ കൽപ്പനകൾക്കും യോഗ്യമാവണ്ണമാകുന്നുവോ നമ്മുടെ ക്രിസ്തീയ ജീവിതം, എൻ്റെ വിശ്വാസ ജീവിതം, എൻ്റെ ജീവിതത്തിന്റെ ഓരോ ചുവടുകളും ഞാൻ നടക്കുന്നത് എന്ന് ഒന്ന് പരിശോധിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടതായ ദൈവ പൈതൽ സ്കൂളിൽ, കോളേജുകളിൽ പോകുമ്പോൾ നിങ്ങളുടെ നടപ്പ് എപ്രകാരമാണ്? എൻ്റെ മുമ്പിലിരിക്കുന്ന യൗവനക്കാരോട് ചോദിക്കട്ടെ, നിങ്ങൾ സ്കൂളിൽ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലുള്ളതായ നിങ്ങളുടെ സംസാരം എപ്രകാരമാണ്? സ്കൂളിൽ പോകുമ്പോൾ നിങ്ങളുടെ വസ്ത്രധാരണം എപ്രകാരമുള്ളതാ? സ്തോത്രം. ഭവനത്തിലുള്ളതായ മാതാപിതാക്കളോടായി ചോദിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം നിങ്ങൾ എപ്രകാരമാണ് കാണിക്കുന്നത്? നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ സഹോദരങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ നിങ്ങൾ എപ്രകാരം പ്രതിഫലിപ്പിക്കുന്നു? നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ ദേശത്ത് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ നിങ്ങൾ എപ്രകാരം പ്രതിഫലിപ്പിക്കുന്നു? നിങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകളിൽ, നിങ്ങളുടെ ഇടപാടുകളിൽ നിങ്ങളുടെ ജീവിതം എപ്രകാരം പോകുന്നു? സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇന്ന് പകൽക്കാലം ഇടപെട്ടുകൊണ്ടിരിക്കുക. വചനം കേട്ട് അതിനെ തള്ളിക്കളയുന്നവരായി തീരരുത് ദൈവമക്കൾ. ഇവിടെ ഒരു സഹോദരൻ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണമടിയായി സ്തോത്രം യുദ്ധങ്ങളും സുഹൃത്തുക്കളും നടന്നുകൊണ്ടിരിക്കുന്നു. ഭൂമി അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ പോലും വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിച്ചു എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, വരവെങ്കിൽ എടുക്കപ്പെടണം. പ്രൈസ് ഗോഡ്. വരവെങ്കിൽ എടുക്കപ്പെട്ടില്ല എങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. ലജ്ജിതരായി പോകും ദൈവമക്കളെ. സ്തോത്രം. ഹല്ലേലൂയ. വെള്ളയും ഇട്ടുകൊണ്ട് ഞായറാഴ്ച ഹല്ലേലൂയ അണിഞ്ഞൊരുങ്ങി പോരുന്ന ഈ ദേശത്തുള്ള പലരും കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവരിവിടെ കിടക്കുമ്പോൾ സ്തോത്രം നീയും പോയില്ലേ എന്ന് ചോദിക്കുന്ന ഒരു അനുഭവമായി മാറരുത്. വെള്ളയും ഇട്ട് കൈകൊട്ടി ഞായറാഴ്ച പാടി ഹല്ലേലൂയ സ്തോത്രം അന്യഭാഷയിൽ ചുമ്മാ ആരാധിച്ച് പോയാൽ പോരാ, എടുക്കപ്പെടണം. ഹല്ലേലൂയ. എടുക്കപ്പെടുവാൻ തക്കമുള്ളതായി വിശുദ്ധ ജീവിതമായിരിക്കണം ദൈവമക്കളുടേത്. പ്രൈസ് ഗോഡ്. വിശുദ്ധിക്കൊത്തവണ്ണം, വിളിച്ചവന്റെ വിശുദ്ധിക്കൊത്തവണ്ണം ജീവിപ്പാൻ തക്കവണ്ണം ദൈവമക്കൾക്ക് കഴിയണം. പ്രൈസ് ഗോഡ്. ഇവിടെ പറയുന്നു ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യോഗ്യമാവണ്ണം മാത്രം നടക്കുന്നവരായിരിക്കണം.
യോഗ്യമാവേണ്ട നടക്കണമെങ്കിൽ സ്തോത്രം 1-ാം സങ്കീർത്തനം ഹൃദയത്തിൽ ഒന്ന് ഉച്ചരിച്ചുകൊണ്ട് നടന്നാൽ മാത്രം മതിയുന്നേ. 1-ാം സങ്കീർത്തനം കാണാപ്പാടം എല്ലാവർക്കും അറിയാമല്ലോ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. യഹോവയുടെ എന്താ പറയുക, ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ, ജീവിതത്തിൽ പിന്നീട് എന്തുണ്ടാകത്തില്ല? അശുദ്ധി ഉണ്ടാകത്തില്ല എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. യഹോവയായിരിക്കണം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. അവന്റെ വചനമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ കത്തിക്കൊണ്ടിരിക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. വിളിക്കപ്പെട്ട ദൈവമക്കളെ, സ്തോത്രം, വചനത്തെ മുറുകെ പിടിച്ചുള്ളതായ ഒരാത്മീയ ക്രിസ്തീയ വിശ്വാസ ജീവിതം നയിച്ച് നമ്മെ കാണുന്നവർ പറയണം, യെസ്, അവന് യഥാർത്ഥമായി ഒരു ദൈവത്തിന്റെ പൈതലെന്ന് നമ്മെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം ഇടയായി തീരണം. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഉറപ്പുണ്ട്, എന്നെ കാണുന്ന ഒരു വ്യക്തി, ഹല്ലേലൂയ, നമ്മൾ ഒരു വ്യക്തിക്ക് കൈ കൊടുക്കുമ്പോൾ തന്നെ, ഹല്ലേലൂയ, സ്തോത്രം, അതിനൊരു പ്രിവിലേജ് ഉണ്ടായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, വ്യക്തമായിട്ട് എങ്ങനെയാ തരുമോ, ആ ഒരു വലിയ ബലത്തോട് കൂടിയിട്ട് ആ ഷേക്ക് ഹാൻഡ് തന്നെ. നമ്മൾ കൊടുക്കുന്ന ഷേക്ക് ഹാൻഡ് എങ്ങനെയാ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കൊടുക്കുന്ന ഇങ്ങനെ ഒരു മുട്ട്, ഇങ്ങനെ ഒരു ഞൊട്ട്, ഇങ്ങനെ ഒരു തൊട്ട്, ഇതാ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന. സ്തോത്രം. നമ്മൾ കൊടുക്കുന്നതായ സ്തോത്രം ഒരു ഷേക്ക് ഹാൻഡിൽ കൂടി, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ കൃപ വ്യാപരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വ്യക്തിക്ക് നാം ക്ഷയിക്കാൻ കൊടുക്കാനുള്ള അവനിലിരിക്കുന്ന അന്ധകാര ശക്തി അവനിൽ നിന്ന് വിട്ടുമാറുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ഹല്ലേലൂയ. സ്തോത്രം. അതിനുള്ളതായ പ്രിവിലേജ്, അതിനുള്ളതായ കൃപ ദൈവമക്കൾ പ്രാപിച്ചെടുക്കണം ഈ ദിവസം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു രോഗിക്ക് മേൽ നമ്മൾ കരം വെച്ചാൽ ആ രോഗി സൗഖ്യമാകണമെന്നേ. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, സ്തോത്രം, നമ്മൾ എത്ര പേർ ഹല്ലേലൂയ രോഗിക്ക് മേൽ കരം വെച്ചിട്ട് ആ രോഗി സൗഖ്യമായിട്ടുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കർത്താവ് ഇതെല്ലാം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാ. നാം ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം, വിടുതലുകൾ സംഭവിപ്പാൻ, ഹല്ലേലൂയ, അവിടെ സൗഖ്യങ്ങൾ നടക്കുവാൻ തക്കവണ്ണം നമ്മിൽ മേൽ അവൻ അധികാരം നൽകിയിട്ടുണ്ടെന്നേ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഇവിടെ പറയുക, സ്തോത്രം, നിങ്ങൾ യോഗ്യമാമണ്ണം നടക്കുന്നവരായിരിക്കണം. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 ഉള്ളതായ തിരുവചന വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ വചനം വ്യക്തമായി പറയുന്നു, മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്നതായ നിങ്ങളുടെ പഴയ മനുഷ്യനെ നിങ്ങൾ എന്ത് ചെയ്യണം? ധരിച്ചുകൊണ്ട് നടക്കണമെന്നാണോ വചനം പറയുന്നത്? വായിച്ച മോളെ, വായിച്ചേ. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 വരെയുള്ളതായ വാക്യങ്ങൾ. മുൻപിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ബലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. എവിടെ എന്താ പറയുന്നത്? നിങ്ങൾ പുട്ട് ഓഫ് യുവർ ഓൾഡ് സെൽഫ്, നിങ്ങളുടെ പഴയ മനുഷ്യരെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പുതുമനുഷ്യനെ നിങ്ങൾ ധരിച്ചു കൊള്ളണം. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പറഞ്ഞനുസരിച്ചാണെങ്കിൽ എൻ്റെ സമയം തീർന്നു. ഹല്ലേലൂയ. 10:30 വരെയുള്ള സമയമാണ് കർത്താവിന്റെ ദാസൻ എനിക്ക് നൽകിയിട്ടുള്ളത്. ഇനി നിങ്ങൾ പറഞ്ഞാൽ ഞാൻ മുൻപോട്ടേക്ക് പോകാം. കർത്താവിന്റെ ദാസൻ അനുവദിച്ചാൽ മുൻപോട്ടേക്ക് പോകാം. സ്തോത്രം. ഹല്ലേലൂയ. 10:30 സമയം പറഞ്ഞ് ക്ലോക്ക് കൃത്യമായിട്ട് 10:30 എന്നുള്ളതായ സമയം പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്ത് ചെയ്യണം? കുഴപ്പമില്ല, മുന്നോട്ടേക്ക് പോകാം. സ്തോത്രം. വേഗത്തിൽ ദൈവാത്മാവ് തരുന്നതായ ചിന്തകളിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കും. ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ പഴയ മനുഷ്യനെ നിങ്ങൾ എന്ത് ചെയ്യണം? ധരിച്ചുകൊണ്ട് നടക്കണമെന്നാണോ വചനം പറഞ്ഞിരിക്കുന്നത്? ധരിക്കരുത്. നിങ്ങളുടെ പഴയ മനുഷ്യനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒന്ന് ചോദിച്ചേ, എൻ്റെ ആ പഴയ മനുഷ്യനെ ധരിച്ചുകൊണ്ടാണോ ഞാൻ ഇപ്പോഴും നടക്കുന്നത്? ആ പഴയ മനുഷ്യനെ വഹിച്ചുകൊണ്ട് തന്നെയാണോ ഞാൻ ഇപ്പോഴും മുന്നോട്ടേക്ക് പോകുന്നതെന്ന് ഇന്ന് പകൽക്കാലം നാം ഒന്ന് പരിശോധിച്ചേ മതിയാകത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. പഴയ മനുഷ്യനെ ധരിച്ചുകൊണ്ടാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, ആലയത്തിലേക്ക് വരേണ്ട ഒരു കാര്യവുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. വീട്ടിലിരുന്നാൽ മതി. ഹല്ലേലൂയ. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, സ്തോത്രം, പുതിയതായ മനുഷ്യനെ ധരിച്ചുകൊണ്ട്, സ്തോത്രം, ആലയത്തിൽ അവൻ ചെയ്തതായ കൃപകളെ, നന്മകളെ ഓർത്ത് അവൻ ആരാധിപ്പാനായിട്ട് നമുക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാകണം. കൊളോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 16 വാക്യങ്ങൾ പറയേണ്ട ആ ഒരു വാക്യം വേഗത്തിൽ വായിച്ചു പോകുക. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നവരായിരിക്കണം ദൈവത്തിന്റെ മക്കൾ. പ്രൈസ് ഗോഡ്. ഇന്ന് നമ്മുടെ അന്വേഷണം എങ്ങോട്ടാ? നമ്മുടെ നോട്ടം എങ്ങോട്ടാ? നമ്മുടെ ചിന്ത എങ്ങോട്ടാ? സ്തോത്ര. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ളതിലേക്ക് അല്ലേ? സ്തോത്ര. ഹല്ലേലൂയ. എങ്ങനെ മറ്റവനേക്കാൾ വലുതായിട്ട് എനിക്ക് ആ കാര്യങ്ങൾ ചെയ്തെടുക്കാം, എങ്ങനെ
എങ്ങനെ അവൻ്റെ കാറിനേക്കാൾ വലിയ കാർ എനിക്ക് എങ്ങനെ മേടിച്ചെടുക്കാം, സ്തോത്രം. എങ്ങനെ അവനിട്ട ഉടുപ്പിനേക്കാൾ നല്ലതായ മോടിയുള്ള ഉടുപ്പ് എനിക്ക് എടുക്കാം, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. അതെല്ലാം കത്തി ചാമ്പലായി പോകുന്നതാ, സ്തോത്രം. നിത്യതയിലേക്ക് വേണ്ടുന്നതിനെ ആശ്രയിപ്പാൻ, നിത്യതയിലേക്ക് വേണ്ടുന്നതിനെ, സ്തോത്രം, നോക്കി ഓടുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരാ നാം, സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇവിടെ പറയുന്നത്, ആകയാൽ ക്രിസ്തുവിനോട് കൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് ഇരിക്കുന്നു എങ്കിൽ, പ്രൈസ് ഗോഡ്, സ്തോത്രം. ആ ഒരു ബോധ്യം ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കണം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവനാ, സ്തോത്രം. ഹല്ലേലൂയ. എങ്കിൽ നമ്മുടെ ചിന്ത എന്തായിരിക്കും? ഉയരത്തിലുള്ളതായിരിക്കും നമ്മുടെ ചിന്ത, സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. വിശ്വാസിയുടെ നടപ്പിന് അനവധി പ്രത്യേകതകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ വചനം വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായിരിക്കണം. ആത്മസാന്നിധ്യത്തെ നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവരായിരിക്കണം. ആത്മസാന്നിധ്യം വിട്ടുപോയി കഴിഞ്ഞാൽ എന്ത് കയറും? പിശാച് ഉള്ളത്തിൽ കയറും, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും, സ്തോത്രം. ശൗല് 1000 കൊന്നു. ദാവീദ് അവന്റെ ഉള്ളിലേക്ക് എന്ത് കയറി? പിശാച് കയറി, ഇല്ലേ, സ്തോത്രം. ഹല്ലേലൂയ. അവൻ ആരായിരുന്നു? അവൻ അഭിഷിക്തനായിരുന്നു, അഭിഷേകം പ്രാപിച്ചവനായിരുന്നു, സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അവന്റെ ഉള്ളിലേക്ക് അസൂയ കടന്നു വരുവാൻ അവന് കണ്ണുകടി ഉണ്ടായി എന്ന വചനം പഠിപ്പിക്കുന്നത്, അല്ലേ, സ്തോത്രം. വചനം വായിക്കുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നു, അവന് കണ്ണുകടി ഉണ്ടായി, സ്തോത്രം. ആത്മാഭിഷേകം പ്രാപിച്ചവന്റെ ഉള്ളിലേക്ക് അസൂയയുടെ വിത്ത് ആരിട്ട് കൊടുത്തു? പിശാചിട്ട് കൊടുത്തു. ആത്മസാന്നിധ്യം അവനിൽ നിന്ന് നഷ്ടമാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, സ്തോത്രം. ആത്മസാന്നിധ്യത്തിന്റെ നിറവിൽ നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിച്ചുകൊണ്ടുള്ളതായ ഒരു ആത്മീക ജീവിതം നയിപ്പാൻ തക്കവണ്ണം ദൈവമക്കളെ നമുക്ക് കഴിയണം, സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവിന്റെ ചിന്ത എന്താ, സ്തോത്രം? അത് ജീവനും സമാധാനവും തന്നെ. പ്രൈസ് ഗോഡ്, സ്തോത്രം. ഹല്ലേലൂയ. ജീവനും സമാധാനവും ആത്മാവിന്റെ ചിന്തയാകുന്നുവെങ്കിൽ നമ്മുടെ ചിന്ത എന്താണ്? പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം നമ്മൾ ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കണം, ജീവനും സമാധാനവും ആത്മാവിന്റെ ചിന്തയാകുന്നുവെങ്കിൽ എൻ്റെ ചിന്ത എന്താണ്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അസൂയ കടന്നു വരുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ കോപം കടന്നു വരുന്നുവെങ്കിൽ, വിദ്വേഷം കടന്നു വരുന്നുവെങ്കിൽ, പക കടന്നു വരുന്നുവെങ്കിൽ, വൈരാഗ്യ മനോഭാവം കടന്നു വരുന്നുവെങ്കിൽ, സ്തോത്രം, ഒന്ന് ചിന്തിച്ചു കൊള്ളുക, സ്തോത്രം. ആത്മാവിന്റെ ചിന്തയ്ക്ക് വിധേയപ്പെട്ട്, ആത്മാവിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ടുള്ളതായ ക്രിസ്തീയ ജീവിത, വിശ്വാസ ജീവിതമല്ല നമ്മുടേത്, സ്തോത്രം. മറ്റെവിടെയോ നമ്മൾ കുരുങ്ങി കിടക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇപ്പോഴും നമുക്ക് കിടക്കുന്ന ഫറവോന്റെ അടിമത്തത്തിൽ തന്നെയാകുന്നു എന്നുള്ളതായ ആ ഒരു ചിന്ത. ഹല്ലേലൂയ. ജീസസ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്വർഗീയ വിടുതൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കണം, സ്തോത്രം. ഹല്ലേലൂയ. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആത്മീകമായിട്ടുള്ളതായ ഒരു ഹൃദയം നമുക്കുണ്ടായേ മതിയാകത്തുള്ളൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സഭയിൽ, ഹല്ലേലൂയ, ദേശത്ത് നാം കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം ഒരു ആത്മീക മനോഭാവത്തോടു കൂടി നാം കടന്നു പോകുവാൻ കടപ്പെട്ടവരാ, പ്രിയമക്കളെ, സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമതായി 1 തീമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യലേക്ക് ഒന്ന് വേഗത്തിൽ കടന്നു 5 മിനിറ്റ് കൊണ്ട് നിർത്തിക്കൊള്ളാം. 1 തീമോഥെയോസ് 4:12 വിശ്വാസിയുടെ നടപ്പിനെ കുറിച്ച് പറയുന്നത്. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം. വിശ്വാസികൾക്ക് ആര് മാതൃകയായിരിക്കുക? വാക്യം ശരിക്കും വായിച്ചേ. വിശ്വാസികൾക്ക് നീ മാതൃകയായിരിക്കുക. പ്രൈസ് ഗോഡ്, സ്തോത്രം. ഹല്ലേലൂയ. 5 കാര്യങ്ങളോടെ പറഞ്ഞിട്ടുണ്ട്. 1 തീമോഥെയോസ് 4-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തീമോഥെയോസിനോട് ചേർന്ന് നിർത്തിക്കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ചില കാര്യങ്ങൾ പറയുക. നീ എന്തായി തീരണം, നീ ആരായി തീരണം എന്നോട് പഠിപ്പിക്കുക. നിന്റെ വാക്ക്, നിന്റെ നടപ്പ്, നിന്റെ സ്നേഹം, നിന്റെ വിശ്വാസം, നിന്റെ നിർമ്മലത ആർക്ക്? പ്രൈസ് ഗോഡ്, സഹവിശ്വാസികൾക്ക് അതെന്തായിരിക്കണം? അത് മാതൃകയായിരിക്കണം. പ്രൈസ് ഗോഡ്, സ്തോത്രം. 5 കൂട്ടം കാര്യങ്ങളോട് വ്യക്തമായി പറഞ്ഞിരിക്കുക. നിന്റെ വാക്കും നടപ്പും സ്നേഹവും വിശ്വാസവും നിർമ്മലതയും സഹവിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, സ്തോത്രം. ഹല്ലേലൂയ. അപ്രകാരമുള്ളതായ ഒരു ക്രിസ്തീയ ജീവിതത്തിന് സ്വർഗം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു, മാതൃകയുള്ളതായ ക്രിസ്തീയ ജീവിതത്തിന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 1-ാമത്തെ വാക്യം പറഞ്ഞത് എന്താ? നിന്റെ വാക്കിൽ കൂട്ടിക്കുഴയ്ക്കരുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വാക്കിൽ ദൈവമക്കൾ കൂട്ടിക്കുഴയ്ക്കരുത്, സ്തോത്രം. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തി ദൈവമക്കൾ നടക്കരുത്, സ്തോത്രം. ഹല്ലേലൂയ. ഉള്ളതേ പറയാവുള്ളൂ, ഇല്ലെങ്കിൽ മൗനമായിട്ടിരിക്കുക. പ്രൈസ് ഗോഡ്, സ്തോത്രം.
ഹല്ലേലൂയ. വാക്കിൽ കൂട്ടിക്കൊടുക്കരുത്. യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. 3-ാം അധ്യായത്തിന്റെ പ്രാരംഭം തന്നെ ഹല്ലേലൂയ സ്തോത്രം നാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഒരുത്തൻ വാക്കി തെറ്റാതിരുന്നാൽ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായ സൽഗുണ പൂർത്തിയുള്ളതായ പുരുഷനാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പുരുഷൻ എന്നുള്ള പദത്തിൽ ഹല്ലേലൂയ സ്തോത്രം പ്രിയ മാതാപിതാക്കളെ, സ്തോത്ര സഹോദരിമാരെ, നിങ്ങളുടെ പേര് കൂടി നിങ്ങൾ ചേർത്തോളൂ എൻ്റെ അകത്ത്. സ്തോത്രം. ഹല്ലേലൂയ. പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല സ്തോത്രം, വിളിക്കപ്പെട്ടതായ സഹോദരികൾക്കും കൂടിയുള്ളതാ. സ്തോത്രം. ഹല്ലേലൂയ. സൽഗുണ പൂർണ്ണയുള്ളതായ പുരുഷനുള്ള സ്ത്രീയായി തീരണമെങ്കിൽ അവൻ എന്തായി തീരണം? അവന്റെ വാക്ക് സ്തോത്രം ഹല്ലേലൂയ തെറ്റരുത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. കൂടി വന്നിരിക്കുമ്പോൾ സ്തോത്രം അരുതാത്തതായ ഒരു വാക്കുകൾ പോലും ദൈവമക്കളുടെ അധരത്തിൽ നിന്ന് കടന്നു വരരുത്. പ്രൈസ് ഗോഡ്. അത് ആരെയാണ് ദൂഷിപ്പിക്കുന്നത്? വിളിച്ചവന്റെ രക്തത്തെയാണ് ദൂഷിപ്പിക്കുന്നത്. സ്തോത്ര. ആ ബോധ്യം ദൈവമക്കളിൽ ഉണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്. സ്തോത്ര. ഹല്ലേലൂയ. അങ്ങനെ അനവധി കാര്യങ്ങൾ നാവിനെ കുറിച്ച് ആ 3-ാം അധ്യായത്തിന്റെ താഴെ വരെയുള്ളതായ 12 വരെയുള്ളതായ വാക്യങ്ങളിൽ കൂടി പറഞ്ഞു പോകുന്നുണ്ട്. സ്തോത്രം. തിരുവചനത്തിൽ വാക്കുകളെ കുറിച്ച്, പാപകാരണമായ അനവധി വാക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്തോത്ര. ഹല്ലേലൂയ. സദൃശവാക്യം 15-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിലേക്ക് വായിക്കുമ്പോൾ കഠിന വാക്ക് അത് പാപകാരണമാകുന്ന വാക്കുകൾ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഒന്ന് വായിച്ചോ മോളെ. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. കഠിന വാക്ക് അത് പാപകാരണമായിട്ടുള്ള വാക്കുകളാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. വെറുതെ വായിച്ചു വിട്ടാൽ പോരാ. സ്തോത്രം. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ കഠിനമായ വാക്ക് കർത്താവായ യേശു ക്രിസ്തു ഒന്ന് എടുത്തു ഉപയോഗിച്ചായിരുന്നെങ്കിലുണ്ടല്ലോ ഇവിടെ ഒറ്റ മനുഷ്യനും ഇന്ന് പകൽക്കാലം ആരാധനയ്ക്ക് ഇവിടെ വരത്തില്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അവൻ ഹല്ലേലൂയ കഠിനമായ വാക്കുകൾ ഉപയോഗിക്കാതെ സ്നേഹത്തിന്റെ ആത്മാവിൽ, സ്നേഹത്തിൽ അവൻ നമ്മെ ഇന്നും സ്നേഹിച്ചു കൊണ്ടിരിക്കുക. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ഇന്നും സ്തോത്രം വീണ്ടും വന്ന് മടങ്ങി വന്നതിന്റെ കൃപയിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിപ്പാൻ, അവന്റെ കൃപയിൽ പൂർണ്ണമായി നിലനിൽക്കുവാൻ തക്കൊണ്ട് സ്വർഗം നിങ്ങളെ ഏവരെയും കുറിച്ചും നമ്മെ ഏവരെയും കുറിച്ചും അവൻ ഇന്ന് പകൽക്കാലവും ആഗ്രഹിക്കുക. പ്രൈസ് ഗോഡ്. കഠിന വാക്ക് അത് കോപകാരണമായി തീർന്ന വാക്ക് അത് പാപമാകുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. യോബിന്റെ പുസ്തകം 16-ാം അധ്യായം 3-ാം തിരുവചന വേദഭാഗത്തേക്ക് വരുമ്പോൾ ഹല്ലേലൂയ ഈ യോബിന്റെ അവസ്ഥ കണ്ട് അവനെ ഒന്ന് സ്നേഹിക്കാം, അല്ലെങ്കിൽ അവനോട് കൂടെ ഇരുന്ന് അല്പനേരം പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചതായ സഹോദരന്മാർ, സ്നേഹിതന്മാർ അവന്റെ അടുക്കൽ കടന്നു വന്നിരുന്നുകൊണ്ട് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോബ് പറയുന്നൊരു വാക്കുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. നിങ്ങളുടെ വാക്കുകളെല്ലാം എനിക്ക് എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്? ആരും വായിച്ചിട്ടില്ലേ? സ്തോത്രം. 16-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിച്ചേ. വൃദ്ധവാക്കുകൾ അവസാനം ഉണ്ടാകുമോ? അല്ല പ്രതിവദി അവിടെ പറയുക നിന്റെ വ്യർത്ഥ വാക്കുകൾക്ക്. മുകളിലത്തെ വാക്യം ഒന്ന് വായിച്ചു. 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ഞാൻ ഈ വക പലതും കേട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരത്രേ. സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹിതന്മാർ വന്നത് എന്തിനാ? ഇവന്റെ അരികത്തിരുന്നു കൊണ്ട് ഇവന്റെ രോഗശൈലിയിൽ ഇവന്റെ അവസ്ഥയ്ക്ക് ഒന്ന് കൂടെ ഇരുന്നു കൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് ഇവനെ ഒന്ന് ഹല്ലേലൂയ സ്തോത്രം ഒന്ന് ബലപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്നു. എന്നാൽ അവരുടെ വാക്കുകളൊന്നും ഈ യോബിന് എന്തായി തീർന്നില്ല? ആശ്വാസമായി തീർന്നില്ല. പ്രൈസ് ഗോഡ്. പലപ്പോഴും നമ്മുടെ ജീവിതം ഒന്ന് തട്ടിച്ചു നോക്കണം കേട്ടോ. സ്തോത്ര. ഹല്ലേലൂയ. രോഗക്കിടക്കയിൽ കിടക്കുന്ന പലരെയും കാണുവാനായിട്ട് നമ്മൾ പോയിട്ടുള്ളവരാ. അവിടെ പോയിരുന്ന വലിയ പ്രാർത്ഥനയും ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നില്ല. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പലതും പറഞ്ഞിട്ടില്ലേ? സ്തോത്രം. അവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് അവൻ ഈ കിടക്കണ കിടപ്പെന്ന് പലപ്പോഴും പറഞ്ഞവരായി ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവർ നമ്മൾ പലരും. പ്രൈസ് ഗോഡ്. സ്തോത്ര. ഹല്ലേലൂയ. ദൈവമക്കളെ സ്തോത്രം. ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കാൻ പോയ നേരോടെ ആയിരിക്കണം. പ്രൈസ് ഗോഡ്. നിർമ്മലതയോടുകൂടി ആയിരിക്കണം, സത്യത്തോടു കൂടി വേണ്ടി ആയിരിക്കണം സ്തോത്രം പ്രാർത്ഥിക്കുവാൻ. ഇല്ലെങ്കിൽ പോകരുത്. സ്തോത്ര. ഹല്ലേലൂയ. ശാപം നീ നിനക്കും നിന്റെ തലമുറയ്ക്ക് നീ വലിച്ചു വീണ്ടും കയറ്റിക്കൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. യോബ് പറയുക സ്തോത്രം നിങ്ങളെല്ലാം ആശ്വസിപ്പിക്കുന്ന ആശ്വാസകന്മാരത്രേ. സ്തോത്രം. അടുത്ത വാക്കിൽ പറയുക നിങ്ങളുടെ വ്യർത്ഥ വാക്ക് പാപകാരണമായിരിക്കുന്നതായ വാക്കുകൾ. സ്തോത്ര. ഹല്ലേലൂയ. 3 യോഹന്നാൻ പകൽക്കാലം കർത്താവിന്റെ ദാസൻ പറയുവാൻ തക്കവണ്ണമടിയായി തീർന്നു. 3 യോഹന്നാൻ 10-ാം വാക്കിലേക്ക് വരുമ്പോൾ സഭയിൽ പ്രധാനിയാകണമെന്ന് ആഗ്രഹിച്ച കർത്താവിന്റെ ദാസനല്ല, എൻ്റെ അമ്മച്ചി ഇന്നലെ രാത്രികാലം ദൈവവചനം വായിച്ചപ്പോൾ ഒരു വാക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന. സ്തോത്ര. ഹല്ലേലൂയ. 3-ാം അധ്യായത്തിന്റെ 3 യോഹന്നാൻ എൻ്റെ 10-ാമത്തെ വാക്കിലേക്ക് വരുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്. സഭയിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിച്ചിരുന്ന ഒരുവനുണ്ട്, ദിയോത്തിഫിലോസ്. ഹല്ലേലൂയ. സ്തോത്രം. പൗലോസ് പറയുക സ്തോത്രം ഞാൻ വന്നാൽ സ്തോത്രം അവന്റെ വാക്കിനെതിരായിട്ട് അല്ലെങ്കിൽ അവൻ പറഞ്ഞു പരത്തുന്ന ദുർവാക്കിനെതിരായിട്ട് ഞാനൊന്ന് സംസാരിക്കുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ സ്തോത്രം. സഭയിൽ പ്രധാനിയാകുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. സ്വർഗത്തിൽ ഒന്നാമനായി തീരുക.
സ്വർഗത്തിൽ ഒന്നാമനായി തീരുവാൻ തക്കവണ്ണമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സഭയിലെ സ്ഥാനങ്ങളും മാനങ്ങളും സഭയിലെ ഉന്നതികളെല്ലാം ഇവിടെ തീരുവന്നേ. ഹല്ലേലൂയ. സ്തോത്രം. സ്വർഗത്തിൽ ഒന്നാമനായി തീരുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. സ്തോത്രം. ഹല്ലേലൂയ. വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്കിലേക്ക് വരുമ്പോൾ പറയുന്നു, മുഖസ്തുതി പാപകാരണമായിരിക്കുന്ന വാക്കാ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. മുഖസ്തുതി. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പുൽപ്പിറ്റിൽ ഇരുന്നുകൊണ്ട് കർത്താവിന്റെ ദാസനെ ഇന്ന് എന്നെ പുകഴ്ത്തിയാൽ, അല്ലെങ്കിൽ ഞാൻ കർത്താവിന്റെ ദാസനെ പുകഴ്ത്തിയാൽ, സ്തോത്രം, അത് സ്വർഗത്തിന് മഹിമയല്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് പാപകാരണമായി തീർന്നതായ വാക്കുകൾ. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനത്തിൽ പാപത്തിന്റെ വിധാനമായി തീർന്നതായ അനവധി വാക്കുകളെ കുറിച്ചോടെ പറയുന്നു. ഞാൻ നിർത്തിക്കൊള്ളാം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുകയാണ്, യാക്കോബ് ചോദിക്കുകയാണ്, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയും ആയവൻ ആർ? പ്രൈസ് ഗോഡ്. സ്തോത്രം. ഇത് പകൽക്കാലം ഹല്ലേലൂയ ദൈവമക്കളെ, ആ ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ജ്ഞാനിയായ ഒരുവൻ, സർവത്തിന് പരിജ്ഞാനിയായ ഒരുവൻ, സർവത്തിന്റെ ഉടയവനായ ഒരുവൻ എന്നെ വിളിച്ചു, വേർതിരിച്ചു. അവന്റെ ജ്ഞാനത്തിലും അവന്റെ പരിജ്ഞാനത്തിലും വളർന്ന് ജീവിപ്പാൻ വേണ്ടി അവൻ എന്നെ തിരഞ്ഞെടുത്തതാണ്. അവന്റെ വഴികളിലും അവന്റെ മാതൃകളിലും ഞാൻ നടക്കുവാൻ തക്കവണ്ണം ഞാൻ കടപ്പെട്ടവനാകുന്നു എന്നുള്ളതായ ആ വലിയ ബോധ്യം ദൈവമക്കളുടെ ജീവിതത്തിൽ, ദൈവമക്കളുടെ ഓരോ പ്രവൃത്തിയിലും പ്രഭാതം എഴുന്നേൽക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന് പകൽക്കാലം എൻ്റെ നടപ്പ്, എൻ്റെ ചിന്തകൾ, എൻ്റെ നോട്ടം, എൻ്റെ സംസാരം, എൻ്റെ ജീവിതം മുഴുവൻ നിന്നോട് ചേർന്നുള്ളതായി തീരേണ്ടതിന് നിന്റെ കൃപ നീ എന്നിലേക്ക് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ദൈവമക്കളെ നമുക്ക് കഴിയണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്രകാരം പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ സ്തോത്രം ആ സ്വർഗീയ നീതിയിലേക്ക് നമുക്ക് എടുക്കപ്പെടുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. സമയം മുന്നോട്ട് പോയി എന്ന് എനിക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്തൃപകൽക്കാലം സ്വർഗം നിനക്ക് നൽകിയല്ലോ. സ്തോത്ര. ഹല്ലേലൂയ. ഏറെ വിശുദ്ധിയോടെ, ഭയഭക്തി, ബഹുമാനത്തോടുകൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സമയം അനുവദിച്ചെന്ന കർത്താവിന്റെ ദാസനും ദൈവസഭയോടുമുള്ളതായി നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.